സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ ഉത്തരവ്. റഹീമിന് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള അപ്പീൽ റിയാദ് കോടതി തള്ളി. മെയ് 26-നാണ് 20 വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്ക്കോടതി വിധിയുണ്ടായത്. 19 വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഫ്താബ്, റഹീമിന്റെ മോചനം സംബന്ധിച്ചൊരു തീരുമാനമായോ? അമൃത, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി റഹീമിന് അനുകൂലമാണ്. എന്ന് വെച്ചാൽ നേരത്തെ കോടതിയുടെ വിധി ഉണ്ടായിരുന്നത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 20 വർഷത്തോളമാണ് തടവ് ശിക്ഷയായി വിധിച്ചിരുന്നത്. അതിലേതാണ്ട് റഹീം ഇപ്പോൾ തന്നെ 19 വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞതിനാൽ അടുത്തു തന്നെ മോചനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബവും നിയമസഹായ സമിതിയും എല്ലാം ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്നത്. അതായത് ഈ വിധിക്ക് എതിരെ എന്ന് വെച്ചാൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ അപ്പീൽ പോയത്. ഈ അപ്പീലാണ് ഇപ്പോൾ കോടതി തള്ളിയത്. എന്ന് വെച്ചാൽ റഹീമിന് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം അവർക്ക് വേണമെങ്കിൽ ഇനി സുപ്രീം കോടതിയെ വരെ സമീപിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും ആ ഒരു നടപടിക്രമം കൂടി പൂർത്തിയായ ശേഷമായിരിക്കും റഹീമിന്റെ മോചന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്നാൽ ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കുവാനും ഒപ്പം തന്നെ മോചനത്തിനും സാധ്യത തേടിക്കൊണ്ടുള്ള റഹീമിന്റെ അഭിഭാഷകരുടെ നിർദ്ദേശവും അല്ലെങ്കിൽ അഭ്യർത്ഥനയും കോടതി തള്ളിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനി സുപ്രീം കോടതിയിലേക്ക് ഒരു പക്ഷേ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും മോചനക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമൃത, ശരി. അഫ്താബ് റഹ്മാനാണ് റിയാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.